ഹായ്! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്കൂളുകളിലൊക്കെ കായിക മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സബ് ജില്ലാതല മത്സരങ്ങൾക്ക് നമ്മൾ തയ്യാറെടുക്കുന്നു. കുട്ടികളുടെ വിവരങ്ങൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിനായി നമ്മുടെ കുട്ടികളെ സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുത്ത് പ്രസ്തുത സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ കൊടുക്കുന്നു. ആ സമയത്ത് ഏത് ഐറ്റത്തിലാണോ കുട്ടിയെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളത് ആ ഐറ്റം കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുട്ടിയുടെ ഫോട്ടോ ഇല്ല എന്ന കാരണം കൊണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കാതെ വരും. അവിടെയാണ് നമുക്ക് സമ്പൂർണ്ണ പ്ലസിൻ്റെ ഉപയോഗം. സമ്പൂർണ്ണ പ്ലസ് നമ്മൾ ഉപയോഗിക്കുന്നത് കുട്ടികളുടെ ഫോട്ടോ സമ്പൂർണ്ണയിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സമ്പൂർണ്ണ പ്ലസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികളുടെ ഫോട്ടോ ആഡ് ചെയ്യാൻ സാധിക്കും. അതിനായി ആദ്യം നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെർച്ച് ബാറിൽ സമ്പൂർണ്ണ പ്ലസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സമ്പൂർണ്ണ പ്ലസ് എന്ന ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. സമ്പൂർണ്ണ പ്ലസ് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഇൻസ്റ്റാൾ ഓപ്ഷൻ അവൈലബിൾ അല്ല. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്പൂർണ്ണ പ്ലസ് നമ്മുടെ ഫോണിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇൻ്റർഫേസ് ഇത്തരത്തിലായിരിക്കും. ഇതിൽ സെലക്ട് യുവർ റോൾ, നമ്മുടെ റോള് എന്താണ് എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടി വരും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് വൺ ടീച്ചർ, ദെൻ HM, ദെൻ പാരൻറ്റ്. ടീച്ചർക്കും HMനും പാരൻറ്റിനും സമ്പൂർണ്ണ പ്ലസ് വഴി ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിവിടെ ടീച്ചർ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മുടെ സമ്പൂർണ്ണയിലെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ പ്രസ് ചെയ്യുന്നു. ലോഗിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ തുറന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ അറ്റൻഡൻസ് ലിസ്റ്റ്, മെസ്സേജ്, പ്രൊഫൈൽ, സ്റ്റുഡൻറ്റ് ലിസ്റ്റ്, എക്സാംസ് എന്നിങ്ങനെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ അറ്റൻഡൻസ്, അതുപോലെ കുട്ടികൾക്ക് മെസ്സേജ് അയക്കാൻ, സ്കൂളിൻ്റെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ, കുട്ടികളുടെ വിവരങ്ങൾ, അതുപോലെ നമ്മുടെ എക്സാമുകൾ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവയെല്ലാം നമുക്ക് സമ്പൂർണ്ണ പ്ലസ് വഴി ലഭിക്കുന്ന സൗകര്യങ്ങളാണ്. ഇനി കുട്ടികളുടെ ഫോട്ടോ എങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിനായി സ്റ്റുഡൻസ് ലിസ്റ്റിൽ നമ്മൾ പ്രസ് ചെയ്യുന്നു. അപ്പോൾ കുട്ടികളുടെ വിവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ വലതുഭാഗത്ത് കുട്ടികളുടെ ക്ലാസ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ കുട്ടികളുടെ പേര് എൻ്റർ ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ അവൈലബിൾ ആണ്. ഇനി ഏത് ക്ലാസ്സിലെ കുട്ടിയുടെ ഫോട്ടോയാണോ നമുക്ക് മാറ്റേണ്ടത്, ആഡ് ചെയ്യേണ്ടത്, ആ കുട്ടിയുടെ ക്ലാസ്സും കുട്ടിയുടെ പേരും നമ്മൾ സെലക്ട് ചെയ്യുന്നു. തുടർന്ന് ഇത്തരത്തിൽ ആ കുട്ടിയുടെ വിവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ കുട്ടിയുടെ പേരിന് താഴെ വലതുവശത്തായി ഒരു ക്യാമറയുടെ ചിഹ്നം നമുക്ക് കാണാം. ആ ക്യാമറ ചിഹ്നത്തിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നേരെ താഴെ ചൂസ് പ്രൊഫൈൽ പിക്ചർ എന്ന് വരികയും അതിന് 2 ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഒന്ന് ഗാലറി, ദെൻ ക്യാമറ. നമുക്ക് ആ കുട്ടിയുടെ ഫോട്ടോ ഗാലറിയിൽ അവൈലബിൾ ആണെങ്കിൽ ഗാലറിയിൽ പോയി കുട്ടിയുടെ ഫോട്ടോ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ക്യാമറ ഓപ്പൺ ചെയ്തുകൊണ്ട് അപ്പോൾ തന്നെ കുട്ടിയുടെ ഫോട്ടോ നേരിട്ട് നമുക്കെടുത്ത് സമ്പൂർണ്ണ പ്ലസിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ 2 രീതിയിൽ നമുക്ക് കുട്ടികളുടെ ഫോട്ടോ സമ്പൂർണ്ണ പ്ലസിൽ അപ്ലോഡ് ചെയ്യാം. നമ്മൾ നേരിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഗാലറിയിൽ പോയി ഫോട്ടോ സെലക്ട് ചെയ്യുന്ന സമയത്തോ നമുക്ക് ആ കുട്ടിയുടെ ഫോട്ടോ സ്കെയിൽ ചെയ്യാനുള്ള ഓപ്ഷനും സമ്പൂർണ്ണ പ്ലസിൽ തന്നെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ സൈസ് നമുക്ക് വേണ്ട രീതിയിൽ ക്രമീകരിക്കാൻ സാധിക്കും. ഈ 2 ഓപ്ഷനിലൂടെയും സമ്പൂർണ്ണ പ്ലസിൽ നമുക്ക് കുട്ടികളുടെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും നല്ലത് നമ്മൾ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് തന്നെ കുട്ടികളുടെ ഫോട്ടോ സമ്പൂർണ്ണ പ്ലസ് ഉപയോഗിച്ചുകൊണ്ട് ആഡ് ചെയ്താൽ പിന്നീട് സബ് ജില്ലാതല മത്സരങ്ങൾക്കോ ജില്ലാതല മത്സരങ്ങൾക്കോ പോകുന്ന സമയത്ത് കുട്ടിയെ തിരഞ്ഞു പിടിച്ച് ഫോട്ടോ ആഡ് ചെയ്യേണ്ട ഒരവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി പറയുന്നത് സമ്പൂർണ്ണ പ്ലസ് നമ്മൾ വീണ്ടും തുറക്കുന്ന സമയത്ത് ലോഗിൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരാറുണ്ട്. അത് എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഒരു ബ്ലാങ്ക് സ്ക്രീൻ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അത് ഒഴിവാക്കി സമ്പൂർണ്ണ പ്ലസിലേക്ക് തന്നെ നമുക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഇടതുവശത്ത് മുകളിലായി കാണുന്ന ലൈനുകൾ, ആ 3 ലൈനുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓപ്ഷൻസ് നമുക്കവിടെ അവൈലബിൾ ആയിരിക്കും. അവിടെ ലോഗൗട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്ത ആ വിൻഡോയിലേക്ക് നമ്മൾ എത്തുന്നത് കാണാം. തുടർന്ന് വീണ്ടും നമ്മുടെ റോള് സെലക്ട് ചെയ്യുന്നു. സമ്പൂർണ്ണയിലെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഒന്നും കൂടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്പൂർണ്ണ പ്ലസിലേക്ക് വീണ്ടും കയറാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കയറിയിട്ട് നമുക്ക് കുട്ടികളുടെ വിവരങ്ങൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് സമ്പൂർണ്ണ പ്ലസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്